ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല, തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സഹിൻ, അവിടെ ശ്രദ്ധിച്ച് മാറി നിൽക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി സുരക്ഷിതമായ ഇടത്തേക്ക് മാറി നിന്ന് മതി നമുക്ക് ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. വല്ലാത്തൊരു അപകടകരമായ സാഹചര്യമാണ് അവിടെ ഉള്ളത്. ലൈൻ കമ്പികൾ പൊട്ടി വീഴുകയാണ്. ഫയർഫോഴ്സിന് സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. സഹിൻ, ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് തോന്നുന്നു. അവർക്ക് വഴിയൊരുക്കാൻ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടോ? ലക്ഷ്മി, അങ്ങോട്ടേക്ക് ഫയർഫോഴ്സിന് എത്താൻ പറ്റില്ല. കാരണം പല ഭാഗങ്ങളിലായി ലൈൻ കമ്പികൾ പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ വലിയ കുഴപ്പമാണ് ഉണ്ടാകുന്നത്. കാരണം ഓരോ ഭാഗങ്ങളിലെയും ലൈൻ കമ്പികൾ പൊട്ടി നിലത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് എത്താൻ കഴിയുന്നില്ല. മാത്രമല്ല ഫാക്ടറിക്കകത്തും പൊട്ടിത്തെറിയുണ്ട്, പല ഭാഗങ്ങളിൽ നിന്നായി പൊട്ടുന്നുണ്ട്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടം നിറഞ്ഞ ഒരവസ്ഥയിലൂടെയാണ് കളമശ്ശേരി ഈ ഭാഗം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഫാക്ടറിക്കകത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ലക്ഷ്മി. ഫയർഫോഴ്സ് യൂണിറ്റിന് ഈ ഭാഗത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഫയർഫോഴ്സ് യൂണിറ്റ് വീടുകളിലേക്ക് തീ പടർന്നിട്ടുണ്ടോ സഹിൻ? അങ്ങനെ ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ലക്ഷ്മി, അത് തന്നെയാണ്. സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു. പൊട്ടിത്തെറിയാണ്, പല ഭാഗങ്ങളിലായി പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ പല ഭാഗങ്ങളിലായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഫയർഫോഴ്സ് എഞ്ചിന് അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയുന്നില്ല. സമീപത്തെ വീടുകളിലേക്കും തീ പടരുകയാണ്. അപകടം നിറഞ്ഞ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്താ ചേട്ടാ? ഇത് അടുത്തൊക്കെ വീടുകളല്ല ഒരു സ്ഥലമാണ്. ആളുകൾ മാറ്റുന്നു, അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ വീട് ആ കാണുന്ന വീട്ടിലൊക്കെ ആളുകൾ മാറ്റിയിട്ടുണ്ട്. ഈ ലൈൻ പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതായത് പോലീസ് ഓഫീസർ തന്നെയാണ് ഈ പറയുന്നത്. ആളുകളൊക്കെ ശ്രദ്ധിക്കണം, ഇവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ലൈൻ പൊട്ടി വീഴുന്നുണ്ട് എന്നുള്ളതാണ്. കൂടംകുളത്ത് ലൈനാണിത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ ഓൾറെഡി ഓഫാണ്. താഴേക്ക് വേണം, ദേഹത്ത് വേണം, ആള് മരിച്ചു പോകും. ആ ലൈൻ ശ്രദ്ധിച്ചു വിട്ടു വരാം. അതുതന്നെയാണ് ലക്ഷ്മി. എന്തായാലും വലിയ അപകടം നിറഞ്ഞ അവസ്ഥ. തീ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. കളമശ്ശേരിയിൽ ആകമാനം ഇപ്പോൾ ഗതാഗതം കൂടി നിയന്ത്രിച്ചിരിക്കുകയാണ്. മാത്രമല്ല തൊട്ടടുത്തുള്ള വീടുകളിലേക്കും ഈ തീ പടരും. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ആ ദൃശ്യങ്ങൾ തീ പിടിച്ചത് കൂടെ കാണുന്നത് ആ ബിൽഡിംഗ് ഉടമസ്ഥൻ്റെ വീടത്. ഇത് ഫോമാറ്റ് റബ്ബർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഗോഡൗണാണ്. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു ലക്ഷ്മി. ആദ്യ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്ന ദൃശ്യങ്ങൾ, ആദ്യ യൂണിറ്റ് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഫയർഫോഴ്സിന് എത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്ത കൂടിയുണ്ട് ലക്ഷ്മി. ഫയർഫോഴ്സിൻ്റെ ആദ്യ യൂണിറ്റ് എത്തുകയാണ്. ഉടൻ തന്നെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. എന്തായാലും തീ അണക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഇത്ര സാഹസികമായി തന്നെയാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പല രീതിയിൽ ഈ ഫാക്ടറിക്കകത്ത് നിന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് യൂണിറ്റ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും ആശ്വാസം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ആദ്യത്തെ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്ര നേരവും അവിടെ വലിയ പൊട്ടിത്തെറികളുമായി അവിടെ ഒരു ഫാക്ടറി നിന്ന് കത്തുന്നതാണ് കണ്ടത്. അപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു വലിയ പ്രതിസന്ധി. അത് പതിയെ നീങ്ങുകയാണ്. ആദ്യ സംഘം അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി വളരെ വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സഹിൻ ആന്റണിയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹിൻ, ഈ ജനവാസ മേഖലകളിലേക്ക് തീ പടർന്നിട്ടുണ്ടോ? ആദ്യം ജനവാസ മേഖലകളിലേക്കുള്ള തീ നിയന്ത്രണ വിധേയമാക്കാനാണോ ശ്രമിക്കുന്നത്? ചേട്ടാ, എന്ത് സംഭവിച്ചത്? അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ അറിഞ്ഞ് കേസ് വന്നാണ്. ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ വീടിന് തൊട്ടടുത്ത്. ഇതെന്താ ഇത്? ആളുകളൊക്കെ തിങ്ങി പറക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇല്ല, ഇത് ഇങ്ങനെ പോലെ ബെഡ് ഒരു വീട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
അത് തന്നെയാണ് ലക്ഷ്മി. എന്തായാലും അദ്ദേഹം ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അതിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫാക്ടറിക്ക് അകത്തേക്ക് ആളുകൾ കയറാൻ തുടങ്ങി. ഈ തീ അകത്ത് കാര്യമായി തന്നെ കത്തുന്നുണ്ട്. ഇപ്പോൾ വണ്ടി അതിനകത്ത് നിന്നൊരു വാഹനം കൂടിയുണ്ട്. ആ വാഹനം പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമം ആണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെയാണ് അദ്ദേഹമാണ് ഈ വാഹനം പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഹനം പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം കൂടിയുണ്ട്. തീ അണക്കാനുള്ള ഒരു നീക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ താമസക്കാരൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ജീവനക്കാരെല്ലാം താമസിച്ചിരുന്ന ഒരിടം കൂടിയാണിത്. ഫയർഫോഴ്സ് യൂണിറ്റ് കൂടുതലായി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തി അവർ തീ അണക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. എന്തായാലും തീ അണക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ വന്നു. കാര്യം ഇത്രയും നേരം കുടംകുളത്തേക്കടക്കം വൈദ്യുതി പോകുന്ന ലൈൻ കമ്പികൾ പൊട്ടി വീഴുകയായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ ഫയർഫോഴ്സ് യൂണിറ്റിന് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു. നാട്ടുകാരുടെ ഒരു സഹായവും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കൃത്യമായി തന്നെ ചേട്ടാ ഇവിടുത്തുകാരനാണോ? എന്താണ് സംഭവിച്ചത്? എന്താണെന്ന് അറിയാൻ പാടില്ല. ഇത് വന്നപ്പോൾ കത്ത ഞങ്ങൾ കാണുന്നത്. പിന്നെ ഇത് സ്പോഞ്ചിന്റെ ഗോഡൗണാണ്. അങ്ങനെ ഈ ലൈൻ പൊട്ടിയപ്പോഴാണ് ഞങ്ങൾ അറിയണത്. എത്ര ലൈൻ പൊട്ടി? ഒരു മണിക്കൂറായല്ലോ. ഇപ്പൊ അരമുക്കാൽ മണിക്കൂറായി. ഏകദേശം അരമണിക്കൂറായിട്ടുള്ളൂ ഇപ്പോൾ സംഭവിച്ചിട്ട്. കാരണം വെച്ചാൽ ഇവിടെ ബെഡിന്റെ മറ്റേ സ്പോഞ്ച് ശേഖരിക്കുന്ന ഗോഡൗൺ ആണ്. ഇതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നാണ്. അവരൊക്കെ ഭാഗ്യത്തിന് കുറച്ച് ആൾക്കാരൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ആളുണ്ടോന്നും പോലും അറിയാൻ പാടില്ല. കാരുവള്ളി ജമാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഗോഡൗണാണ്. ഒരു മണിക്കൂറോളമായി. ഒരു മണിക്കൂർ കിട്ടിയത്. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. ആളുകളൊക്കെ താമസിച്ചിരുന്നു. ആളുകൾ ആ ലോഡ്ജിലൊക്കെ ആളുകളുള്ള ആളാണ്. മറ്റേ ഹിന്ദിക്ക് അവർ പണിക്കാരൊക്കെ ഉള്ളതാണ്. വീട് പണിൻ്റെ അപ്പുറത്തുണ്ട്. പുള്ളിയുടെ വീട് അപ്പുറത്ത് മുകളിലേക്കാണ്. ലക്ഷ്മി, ഇപ്പോൾ തീ അണക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള പുകയുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈൻ കമ്പികൾ ഇതിനകത്ത് ഒരു വാഹനമുണ്ടായിരുന്നു. ആ വാഹനം പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീപിടുത്തം ഈ രീതിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. ഭാഗ്യത്തിന് ആ ഒരു അപകടം ഒഴിവാക്കാൻ കൃത്യമായി ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ഇടപെടാൻ കഴിഞ്ഞു. അവര് വളരെ സാഹസികമായാണ് ഇങ്ങോട്ടെത്തിയത്. പല ഭാഗങ്ങളിലും ലൈൻ കമ്പികൾ എത്തുന്നുണ്ടോ? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ്. എന്ത് സംഭവിച്ചെന്താ? കത്ത് പെട്ടെന്ന് പിടിച്ചതാണ്. എന്താ സംഭവം നമുക്ക് അറിഞ്ഞില്ല. ഒന്നും അറിയില്ലല്ലേ? എങ്ങനെയാണ്? ആളുകൾക്കൊന്നും അറിയില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പല ഭാഗങ്ങളിലും ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്ന് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്കെല്ലാം തന്നെ എത്താൻ കഴിഞ്ഞിരിക്കുന്നു. അകത്തുണ്ടായിരുന്ന വാഹനം കാണുന്നത് പോലെ തന്നെ വാഹനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ചുറ്റുപാടും ആളുകൾ നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും സാഹസികമായി തന്നെയാണ് ഈ വാഹനങ്ങൾ പൂർണ്ണമായും ഇതിനകത്തേക്ക് ഫയർഫോഴ്സ് യൂണിറ്റിനടക്കം കടത്തിവിട്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ജീവനക്കാരടക്കം ഇവിടെ താമസിച്ചിരുന്നതായി തൊട്ട് ചുറ്റുപാടും ജീവനക്കാരൊക്കെ താമസിക്കുന്ന ഇടം കൂടിയാണ്. ഈ കാണുന്നതൊക്കെ ജീവനക്കാരാണ്. ഇവിടുത്തെ ജീവനക്കാർ താമസിച്ചിരുന്ന മുറികളാണ്. ആ മുറികളിലെല്ലാം തന്നെ തീ പടർന്നിരിക്കുന്നു. ആ മുറികളിലെല്ലാം തന്നെ തീ പടർന്ന് ഇവിടുത്തെ താമസക്കാരെല്ലാം ഇവിടെ നിന്ന് പുറത്തു പോകേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ആ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണമായി മാറിയത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടാതെ ആംബുലൻസ് എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും കാര്യമായി തന്നെ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഈ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ അടക്കം തീ പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ലൈൻ കമ്പികൾ പൊട്ടി വീഴുന്നുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് നാട്ടുകാരിടപെട്ട് ഈ വാഹനം ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിഞ്ഞത്. എന്താണ് ഈ തീക്ക് കാരണം എന്നുള്ളത് ചേട്ടാ എന്താ സംഭവിച്ചെന്ന് കാരണം എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്തായിരിക്കും. അത് എന്താണ് പ്രത്യേകമായ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഈ ലൈൻ കമ്പി പൊട്ടി വീണതും വലിയ ബുദ്ധിമുട്ടായി മാറി. ലൈൻ കമ്പി പൊട്ടിയത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടിയിൽ തന്നെയുള്ള ഒരു ബിൽഡിങ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പരമാവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുമോ? ഓരോ ആളുകളെയായി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്.
സാർ എത്ര യൂണിറ്റുകൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എറണാകുളത്തെ എല്ലാ യൂണിറ്റും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്യാൻ സമയം തരും. ഞങ്ങൾ 10 മിനിറ്റ് നിങ്ങളെ കാണാം. തന്നെയാണ് എല്ലാ യൂണിറ്റുകളും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ മുഴുവൻ യൂണിറ്റുകളും എറണാകുളത്തെ മുഴുവൻ യൂണിറ്റുകളും ഇങ്ങോട്ടേക്കായി എത്തിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സ് അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീ ഏറെക്കുറെ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ കളമശ്ശേരിയിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ആ തീപിടുത്തത്തിൽ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. 2 or 3 വാഹനങ്ങൾ ലോറികളാണ് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ നേരത്തെ വെള്ളം മാത്രമല്ല ഇപ്പോൾ ഫോമും കൂടി ഉപയോഗിക്കുകയാണ്. അതായത് തീ അണയ്ക്കുന്നതിന് ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഫോം ഉപയോഗിക്കുക, പത ഉപയോഗിക്കുക എന്നുള്ളത്. പത കൂടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ തീ അണക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നിരവധി ലൈൻ കമ്പികളാണ് നിലത്തേക്ക് പൊട്ടി വീണത്. അത് തന്നെ ഈ തീ അണക്കുന്നതിന് സമയമെടുക്കുന്നതിന് പ്രധാന കാരണമായി മാറിയത് അത്തരത്തിൽ ലൈൻ കമ്പികൾ പൊട്ടി വീണത് കൂടിയാണ്. ഇപ്പോഴും ഈ വാഹനത്തിലെ തീ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എറണാകുളം നഗരത്തിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പരമാവധി വേഗത്തിൽ ഈ തീ അണക്കാനുള്ള ഒരു ശ്രമം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ജീവനക്കാരുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. ആ തീ അണക്കാനുള്ള ഒരു നീക്കം ആ ശ്രമം ഏറെക്കുറെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ലക്ഷ്മി, 2 വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ഒരു വാഹനം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഫോം, അതായത് പത ഉപയോഗിച്ചുകൊണ്ടാണ് തീ അണക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതായത് പരമാവധി വേഗത്തിൽ ഈ പത ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി വേഗത്തിൽ തീ അണക്കാൻ കഴിയും. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ തീ അണക്കാനുള്ളൊരു ശ്രമം ഫയർഫോഴ്സ് യൂണിറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉടമയുടെ വീട് തൊട്ട് ചേർന്നുണ്ട്. അവിടേക്കും തീ പടർന്നിരുന്നു. മാത്രമല്ല തൊട്ടടുത്ത മറ്റൊരു വീട് കൂടിയുണ്ട്, അവിടേക്കും തീ പടർന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഉടമ അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ ലൈൻ കമ്പികൾ പൊട്ടി വീണതാണ് ഒരുപക്ഷെ ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ള ഒരു സംശയമാണ് നാട്ടുകാരടക്കം പ്രകടിപ്പിക്കുന്നത്. ഈ തീപിടുത്തം എന്താ കാരണമെന്ന് വല്ലതും മനസ്സിലായോ? കാരണം കണ്ടിട്ടില്ല. ഇവിടെ ബെഡ് കമ്പനി എന്തോന്ന് പറഞ്ഞാൽ തീ പിടിച്ചതിന് ശേഷം കവർ പൊട്ടി വീണെന്ന് പറഞ്ഞത്. വിശദവിവരമൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോഴും ആളുകൾക്ക് വ്യക്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സഹൻ, നേരത്തെ അതിന്റെ ഉടമയാണോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? അതെ, ഉടമകളിൽ ഒരാളെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 2 പേരുണ്ടായിരുന്നു. അതിലൊരാളെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സർവ്വതും നശിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ് കരയുന്നു. അത് സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. ഒരു മനുഷ്യനായ അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മുതൽ അത് പൂർണ്ണമായും കത്തി നശിച്ചാലുണ്ടാകുന്നൊരു മാനസികാവസ്ഥ അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാണുന്നത് പോലെ 2 വാഹനങ്ങൾ പൂർണ്ണമായി ഇവിടെ കത്തി നശിച്ചു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഇവരെല്ലാം പറഞ്ഞത് ഇത് ഫോം, അതായത് ഈ കിടക്ക ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണെന്നാണ് പറഞ്ഞത്. ആ ഫാക്ടറി പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ആ ഫാക്ടറിയിലെ ജീവനക്കാരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഈ ഉച്ചയോടുകൂടി തീപിടുത്തം ഉണ്ടായതുകൊണ്ട് അവർക്ക് കൃത്യമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല ഈ ലൈൻ കമ്പികൾ തുടർച്ചയായി പൊട്ടി വീണതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിന്നിരുന്നു. തുടർച്ചയായി ലൈൻ കമ്പികൾ പൊട്ടി വീഴുകയായിരുന്നു. അകത്തും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. ജമാലിക്ക എന്താ ഏറെക്കുറെ തീ അണക്കാൻ കഴിഞ്ഞു? ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെയും സംയുക്തമായ സപ്പോർട്ടോടുകൂടി തീ അടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ 15 മിനിറ്റ് മുമ്പ് സ്ഥിതി ഇതല്ല, ആകെ തീയായിരുന്നു. അപ്പുറത്തെ ബാക്കിൽ തീ പടർന്നു. ഇപ്പോഴത്തെ ഫയർഫോഴ്സ് അത് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വൈദ്യുതി പൂർണ്ണമായി വൈദ്യുതി അടഞ്ഞു.
വൈദ്യുതി സ്റ്റോപ്പ് ചെയ്തിരിക്കുക വൈദ്യുതി. ഫയർഫോഴ്സ് കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഈ ഫയർഫോഴ്സ് വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാതിരുന്നത് വരാൻ പറ്റാതെ സമയത്ത് എത്തിയെങ്കിലും എത്തിപ്പെടാൻ അവർക്ക് കഴിയാതെ പോയി. കാരണം വഴി മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞ കാര്യം അവരുടെ ഭാഗത്ത് പൂർണ്ണമായ സഹകരണം ഉണ്ടായിട്ടുള്ളത്. അതായത് ലൈൻ കമ്പികൾ പൊട്ടി വീണത് വലിയ തടസ്സമായി മാറി. ലൈൻ കമ്പിയും അതുപോലെ തന്നെ ഈ മറ്റേ KSC ടവറും പൊട്ടിയതാണ് തടസ്സമായി മാറി. ആളപകടം ഒന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒരു അപകടം സംഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബിൽഡിംഗ് ഓണറായിട്ട് സംസാരിച്ചിരുന്നു. എല്ലാ ജോലിക്കാരെയും കൃത്യസമയത്ത് അവർ മാറ്റി അവരുടെ വീട്ടിലുള്ളവരെയും എല്ലാവരും സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് ആളപകടമൊന്നുമില്ല എന്നുള്ള ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ്. ഒപ്പം തന്നെ ആളുകളെയൊക്കെ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോൾ തീ ഏറെക്കുറെ അണഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. തീ അവസാന ഘട്ടത്തിലേക്ക്, ആ തീ അണക്കുന്നതിനുള്ള ശ്രമം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. അവിടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തീയണയ്ക്കൽ നടപടികളിലേക്ക് അവർ കടന്നു. വളരെ സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവർ അവിടെ നടത്തിയത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പോലും ആകുന്നില്ല. കൂടംകുളത്തേക്ക് അടക്കം വൈദ്യുതി കൊണ്ടുപോകുന്ന ലൈൻ കമ്പികളെല്ലാം പൊട്ടി വീണുകൊണ്ട് അവർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം മാറി ഇപ്പോൾ യൂണിറ്റുകൾ ഒന്നൊന്നായി അവിടേക്ക് എത്തി. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. HMT കളമശ്ശേരി HMTയിലാണ് ഈ ബെഡ് നിർമ്മാണ ഫാക്ടറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അതിൻ്റെ ഉടമകളിൽ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. എൻ്റെ എല്ലാം നശിച്ചു എന്ന് അദ്ദേഹം ക്യാമറയെ നോക്കി പറയുന്നതും നമ്മൾ കണ്ടതാണ്. അത്യന്തം സങ്കടകരമായ കാഴ്ച. ഒരാൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം കത്തി നശിക്കുന്നത് അദ്ദേഹത്തിന് കാണേണ്ടി വന്നിരിക്കുകയാണ്. അത്ര വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായത്. ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് നമ്മൾ കേട്ടു. നമ്മുടെ യൂണിറ്റൊക്കെ വളരെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ നിന്നും ഈ വാർത്തകൾ, ദൃശ്യങ്ങൾ ഒക്കെ പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഏതായാലും ആശ്വാസകരമായ കാര്യം, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനവാസ മേഖലയിലേക്കൊക്കെ പടർന്ന് വലിയ അപകടം അവിടെ ഉണ്ടാകുമായിരുന്നു. അതേതായാലും ഒഴിവായിട്ടുണ്ട്. സഹിൻ ആന്റണിയാണ് അവിടെ നിന്നും ദൃശ്യങ്ങളും വാർത്തകളും പങ്കുവച്ചത്. സഹിനും നമ്മുടെ സംഘവുമാണ്.